നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ. ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നു. സൗദിയിൽ മാസപ്പിറ കണ്ടു. ഒമാനിൽ മാസപ്പിറവി കാണാത്തതിനാൽ ചെറിയ പെരുന്നാൾ ഒമാനിൽ തിങ്കളാഴ്ച ആഘോഷിക്കും. എന്നാൽ സൗദിയിൽ മാസപ്പിറ കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജലീൽ, സൗദിയിൽ മാസപ്പിറ കണ്ടിരിക്കുന്നു. അപ്പോൾ നാളെ ഗൾഫ് രാജ്യങ്ങളിൽ, ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്താണ് പ്രവാസികളുടെ അവിടുത്തെ ഒരുക്കങ്ങൾ, വിവരങ്ങൾ? ഒരു മാസക്കാലം നീണ്ടുന്ന വ്രതാനുഷ്ഠാനത്തിന് വിരാമമായിരിക്കുകയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പെടുത്ത വിശ്വാസികൾ നാളെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് സൗദിയിലെ സമീറിലാണ് ആദ്യം ഷവ്വാൽ മാസപ്പിറ കണ്ടത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ നാളെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒമാനിൽ മറ്റന്നാളായിരിക്കും, അതായത് തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. ഒമാനിൽ ഇന്ന് മാസപ്പിറ ദൃശ്യമാകാത്തത് കൊണ്ട് തിങ്കളാഴ്ച പെരുന്നാൾ ആഘോഷിക്കുമെന്നാണ് ഒമാൻ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. റമദാൻ മാസത്തിലൂടെ നേടിയെടുത്ത ആത്മീയ സൗജന്യം നിലനിർത്തി ഈ ആഘോഷം ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്നലെ സൗദിയിൽ ഇന്ന് മാസം കണ്ടതോടെ തക്ബീർ ധ്വനികൾ മുഴക്കി വിശ്വാസികൾ ഈ പെരുന്നാളിനെ സ്വാഗതം ചെയ്യുകയാണ്. സൗദിയിൽ സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് ആയാൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കണം എന്നാണ് മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പള്ളികളിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് നാളെ ഹറം പള്ളികളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഖുതുബയിലും പങ്കെടുക്കാൻ പോകുന്നത്. 20,000-ഓളം സ്ഥലങ്ങളിൽ സൗദിയിൽ മാത്രം നമസ്കാരം നടക്കുന്നുണ്ട്. അതായത് 16,000-ഓളം പള്ളികളിലും 4,000-ഓളം ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ മാസപ്പിറ കണ്ടതോടെ പിതൃ സക്കാത്ത് വിതരണം ആരംഭിച്ചു. പെരുന്നാളിന്റെ ഭാഗമായി പുതുവസ്ത്രം അണിഞ്ഞ് നാളെ രാവിലെ ഈ വിശ്വാസികളെല്ലാം പള്ളിയിലേക്ക് പോവുകയാണ്, ഈദ്ഗാഹുകളിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ പെരുന്നാൾ വിഭവങ്ങൾ കഴിച്ച് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം സന്ദർശിക്കും. മലയാളികൾ പെരുന്നാൾ പരിപാടികൾ വലിയ രൂപത്തിൽ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. വിനോദയാത്രകൾ പല മലയാളി സംഘടനകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സൗദിയിൽ ഔദ്യോഗികമായ ആഘോഷ പരിപാടികളും വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളും പല ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം നാളെ ഒരുക്കിയിട്ടുണ്ട്. മറ്റു കലാപരിപാടികളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രജിൻ. ശരി, ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. ചെറിയ പെരുന്നാളിനെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് സൗദിയിലെ മലയാളികൾ. പെരുന്നാൾ ആശംസകൾ കൈമാറി മധുരം വിതരണം ചെയ്തും മൈലാഞ്ചി അണിഞ്ഞ് മലയാളി കുടുംബങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സുഹൃത്തുക്കളും കുടുംബങ്ങളുമെല്ലാം ഒത്തുകൂടി ജിദ്ദയിലെ മലയാളികൾ ചെറിയ പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു. പാട്ടുപാടിയും പെരുന്നാൾ ആശംസകൾ കൈമാറിയും കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞും കുടുംബിനികളും കുട്ടികളുമെല്ലാം ആഘോഷിക്കുകയാണ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് വിരാമം വിട്ടുകൊണ്ട് റമദാന്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ഏതാനും ദിവസങ്ങളെ അവർ ആഘോഷിക്കും. നമ്മളുടെ ഒരു ഈദ് ആഘോഷം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ എല്ലാവരും കൂടി ഫുൾ ഫാമിലി ഒക്കെ ആയിട്ട് നമ്മൾ പള്ളിയിൽ പോവും. പള്ളിയില് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ മിഠായിയും പിന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ഇക്കാരം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടാവുക. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നെ വീട്ടിൽ വരും, ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോവും. എന്നിട്ട് അവർക്കൊക്കെ നമ്മളുടെ വക ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്ത് വീട്ടിൽ വരും. ഉമ്മ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ടാണ് നമ്മൾ കുറച്ച് ഈദ് ആഘോഷം. സൗദികളാവട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളാവട്ടെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മൾ ഈദ് ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ തലേ ദിവസം തുടങ്ങും അതിൻ്റെ ആഘോഷങ്ങൾ. ഇപ്പം നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഇതാ ഒരു ഭാഗത്ത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗം മിഠായി കൊടുക്കുന്നു, ഒരു ഭാഗം കേക്ക് വെട്ടുന്നു. അതേപോലെ തന്നെയാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇവിടെ പല വിഭവങ്ങളാണ്. പലരും പല രൂപത്തിലുണ്ടാക്കിയിട്ട് പല നാട്ടിലുള്ള വിഭവങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. മധുരവും കുട്ടികൾക്ക് പെരുന്നാൾ സമ്മാനങ്ങളും വിതരണം ചെയ്ത് മുതിർന്നവരും ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു. നാട്ടിലുള്ള ബന്ധുക്കൾ കൂടെയില്ലെങ്കിലും ഉള്ളവരെ കൂട്ടി പെരുന്നാൾ ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികൾ.
ഇവിടുത്തെ ഈദ് ഫണ്ണാണെങ്കിലും പക്ഷെ നാട്ടിലുള്ള ഫീൽ ഇവിടെ ഉണ്ടാവില്ല. ഗ്രാൻഡ് പാരൻസിന്റെ ഒപ്പരേ കസിൻസിന്റെ ഒപ്പരയുള്ള അത്ര രസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാരെ നമുക്ക് എപ്പോഴും മിസ് ചെയ്യും എല്ലാ ഈദും. ഫിത്ർ സക്കാത്ത് വിതരണം, പുതുവസ്ത്രമണിഞ്ഞ് പെരുന്നാൾ നമസ്കാരം, പെരുന്നാൾ വിഭവങ്ങൾ തയ്യാറാക്കൽ, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കൽ തുടങ്ങിയവയാണ് പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ പ്രധാനമായും ചെയ്യുന്നത്. അവധിയായതുകൊണ്ട് തന്നെ പലരും ഔദ്യോഗിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും വിനോദയാത്രകൾ നടത്തുകയും ചെയ്യുന്നു. ആഘോഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ പല രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് പെരുന്നാളോടനുബന്ധിച്ച് നടക്കുന്നത്. ഇതിനായി സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് അവധിയും നൽകിയിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. പാണക്കാട് എത്തി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധി എം പിയും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ആയിരുന്നു ഇഫ്താർ വിരുന്ന്. പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളും ചേർന്ന് പ്രിയങ്കയെ സ്വീകരിച്ചു. മലയാളത്തിൽ പെരുന്നാൾ ആശംസ കൂടി നേർന്ന ശേഷമാണ് പ്രിയങ്ക ഗാന്ധി മടങ്ങിയത്. കോൺഗ്രസിലെ തമ്മിലടിയും മുന്നണിയിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള മുസ്ലിം ലീഗിന്റെ അതൃപ്തിക്കുമിടയിലാണ് പ്രിയങ്കയുടെ പാണക്കാട് സന്ദർശനം. മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പ്രവർത്തനത്തെ പ്രിയങ്ക പ്രശംസിച്ചു എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. To be here, and I wish everybody best wishes for Eid. I have learnt in Malayalam also. Let me see if I get it right. എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും എൻ്റെ പെരുന്നാൾ ആശംസകൾ. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. കൊല്ലം അഞ്ചാലമൂട്ടിൽ മദ്യലഹരിയിൽ യുവാവിനെ കുത്തിക്കൊന്നു എന്നൊരു വാർത്ത വരുന്നു. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചെമ്മക്കാട് സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ അജിത്ത് എന്നയാളെ അഞ്ചാലമൂട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. സുജിത്ത്, വീണ്ടും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു അക്രമം, അതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. എന്താണ് അഞ്ചാലമൂട്ടിൽ സംഭവിച്ചത്? സുഹൃത്തിലേക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊല്ലം അഞ്ചാലമൂട്ടിലാണ് മദ്യലഹരിയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയത്. ഒരാൾക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ചെമ്മക്കാട് സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റയാളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അജിത്ത് എന്നയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മദ്യലഹരിയിലാണ് ഈ അക്രമം എന്നുള്ളത്, അതായത് വീണ്ടും ലഹരി ഒരാളുടെ ജീവനെടുക്കുന്ന സംഭവം കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അത്തരത്തിൽ ലഹരി വീണ്ടും അത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൊല്ലത്ത് നിന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം എത്താം. കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ PP ദിവ്യ കുറ്റക്കാരിയെന്ന് കുറ്റപത്രം. ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് വന്ന് ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ച് തയ്യാറാക്കിയ കുറ്റപത്രം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ഫോൺ രേഖകൾ, CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ, വിവാദ പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തൻ ഉൾപ്പെടെ 79 പേരുടെ സാക്ഷിമൊഴി. നവീൻ ബാബു ആത്മഹത്യ ചെയ്ത 5 മാസത്തിന് ശേഷമാണ് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് കുറ്റപത്രം. തുടർന്നുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഗുരുതര വേട്ടയാടലുകൾ ഉണ്ടാകുമെന്ന് നവീൻ ബാബു ഭയപ്പെട്ടതായി കുറ്റപത്രത്തിൽ ആമുഖമായി പറയുന്നു. അധിക്ഷേപത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നാണ് കണ്ടെത്തൽ. കളക്ടറേറ്റിലെ യാത്രയപ്പിലേക്ക് PP ദിവ്യയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. കളക്ടറുടെ സ്റ്റാഫിനെ ഫോണിൽ വിളിച്ച് പരിപാടിയെക്കുറിച്ച് ദിവ്യ അന്വേഷിച്ചു. കണ്ണൂരിലെ പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തി യാത്രയപ്പ് പരിപാടി ചിത്രീകരിപ്പിച്ചതും അത് പ്രചരിപ്പിച്ചതും PP ദിവ്യ തന്നെയെന്നും കുറ്റപത്രത്തിലുണ്ട്. PP ദിവ്യയുടെ ആരോപണം സാധൂകരിക്കുന്ന സാഹചര്യ തെളിവുകളെക്കുറിച്ചും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. NOC ലഭിക്കുന്നതിന് മുൻപ് പ്രശാന്തൻ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചെന്നും നവീൻ ബാബുവും പ്രശാന്തനും നിരവധി തവണ ഫോണിൽ സംസാരിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. എന്നാൽ ആർക്കുവേണ്ടി, എന്തിനുവേണ്ടി ദിവ്യ നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചു എന്നതിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. TV പ്രശാന്തൻ നവീൻ ബാബുവിനെതിരെ സൃഷ്ടിച്ച വ്യാജ കൈക്കൂലി പരാതിയും
പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. 24 കണ്ണൂർ. കുറ്റപത്രത്തിൽ തൃപ്തിയില്ലെന്ന് ADMK നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു. കേസിൽ പ്രതിസ്ഥാനത്ത് PP ദിവ്യ മാത്രമാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നും കുടുംബം ആരോപിച്ചു. വേറൊരു അന്വേഷണ ഏജൻസി വേണമെന്ന നിലപാടിൽ നിയമപോരാട്ടം തുടരുമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ഇന്ന് വ്യക്തമാക്കി. ഉള്ളടക്കം എല്ലാം കണ്ടില്ല. ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വഴിയെ പോകുമ്പോൾ കയറി വന്ന് സംസാരിച്ചു എന്നുള്ള തലത്തിലാണ് ദിവ്യ പ്രസംഗത്തിൽ പറയുന്നത്. പിന്നീട് അതിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അവർ നന്നായിട്ട് ഗൂഢാലോചന നടത്തി ഇതിനെക്കുറിച്ച് വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കല്ല, പിന്നിൽ നല്ലൊരു സംഘം തന്നെയുണ്ട്. മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു. ഇനി നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. കൊല്ലം അഞ്ചാലമുട്ടിൽ മദ്യലഹരിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി ഒരാൾക്ക് പരിക്കേറ്റു. ചെമ്മക്കാട് സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നൽകും. സുജിത്ത്, വീണ്ടും ലഹരിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജീവൻ കൂടി നഷ്ടമാവുന്നു സംസ്ഥാനത്ത്. എന്താണ് അഞ്ചാലമുട്ടിൽ സംഭവിച്ചത്? തീർച്ചയായും മദ്യലഹരിയിൽ ഉത്സവത്തിനിടയിലുണ്ടായ തർക്കത്തിനിടെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. കൊല്ലം അഞ്ചാലുമൂട് മദ്യലഹരിയിൽ രണ്ടുപേർ തമ്മിൽ കത്തിക്കുത്തുണ്ടാവുകയായിരുന്നു. ചെമ്മക്കാട് സ്വദേശിയായ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടുള്ളത്. പരിക്കേറ്റ മറ്റൊരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അജിത്ത് എന്ന് പറയുന്ന ആളെ അഞ്ചാലുമൂട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കുത്തുകൊണ്ടയാളും അതുപോലെ തന്നെ കുത്തിയയാളും എല്ലാം തന്നെ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മ്യാൻമർ ബാങ്കോക്ക് ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. മ്യാൻമർ ബാങ്കോക്ക് ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 2000-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. മ്യാൻമറിലേക്ക് അടിയന്തര സഹായമായി 15 ടൺ അവശ്യ വസ്തുക്കൾ എത്തിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. സൈനിക മേധാവിയുമായി ടെലിഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നായ്പിഡോയിലെ ജയിലിൽ കഴിയുന്ന ആങ് സാങ് സ്യൂചി സുരക്ഷിതയാണെന്നാണ് വിവരം. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപമാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ ദുഷ്കരമാണ്. മുൻ രാജകൊട്ടാരങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ, മാസോയാനെ ആശ്രമം തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഡാം തകർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതായും വിവരമുണ്ട്. രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിക്ക് പിന്നാലെ മ്യാൻമർ സൈനിക മേധാവി അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു. ടെന്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മരുന്നുകൾ തുടങ്ങി 15 ടൺ അവശ്യ വസ്തുക്കളാണ് ഇന്ത്യ മ്യാൻമറിലെത്തിച്ചത്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലായിരുന്നു ഇന്ത്യയുടെ സഹായഹസ്തം. മ്യാൻമർ സൈനിക മേധാവി മിന്നോങ് ഫ്ലൈങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചു. ദുഷ്കരമായ ഈ സമയത്ത് മ്യാൻമർ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു. പട്ടാള ഭരണമുള്ള മ്യാൻമറിൽ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച പൂർണ്ണവിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. വാർത്താ സംവിധാനം ഒരുക്കാൻ സഹായിക്കുമെന്ന് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനി അറിയിച്ചു. മ്യാൻമർ തലസ്ഥാനമായ നായ്പെഡോയിലെ ജയിലിൽ കഴിയുന്ന ഓങ് സാൻ സൂചി സുരക്ഷിതയെന്നാണ് വിവരം. മ്യാൻമറിലെ സൈനിക മേധാവി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. മാൻഡല വിമാനത്താവളത്തിൽ താത്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ മ്യാൻമറിന് സഹായമെത്തിച്ചു. ബാങ്കോക്കിൽ മെട്രോയുടെയും ലൈറ്റ് റെയിലിന്റെയും പ്രവർത്തനം പുനരാരംഭിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക്. മാവേലിക്കര നഗരസഭാ ചെയർമാനെതിരായ അവിശ്വാസം പാസായി. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിൽ കോൺഗ്രസ് തന്നെയാണ് ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. CPIM അംഗങ്ങളുടെ പിന്തുണയോടെയാണ് അവിശ്വാസം പാസായത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഇതൊരു അസാധാരണ സാഹചര്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു നഗരസഭ, അവിടെ കോൺഗ്രസ് തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു, അതും ചെയർമാനെതിരെ. എന്താണ് സംഭവം? അർജുൻ, ഇവിടെ ഈ കോൺഗ്രസിന്റെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആളാണ്. അതായത് നേരത്തെ CPIMന്റെ വാർഡ് അംഗമായിരുന്നു, പഞ്ചായത്ത് അംഗമായിരുന്നു ശ്രീകുമാറാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പിന്നീട് സ്വതന്ത്രമായി മത്സരിച്ചു. പക്ഷെ LDFൽ ഉണ്ടായിരുന്നില്ല. ഈ 9-9 എന്ന രീതിയിൽ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ UDFനോ ഭരണം ലഭിക്കുന്നു എന്ന ഘട്ടത്തിലായിരുന്നു അദ്ദേഹം ശ്രീകുമാർ UDFനൊപ്പം
സ്വതന്ത്രരായി നിലനിന്നത്. അങ്ങനെ ഒരു ടേം ഉണ്ടായിരുന്നു 3 വർഷം. ആദ്യത്തെ 3 വർഷം ശ്രീകുമാർ സ്വതന്ത്രരായി UDF ഉണ്ടായിരുന്ന ശ്രീകുമാറിനും പിന്നീടുള്ള 2 വർഷം കോൺഗ്രസിന്റെ അംഗത്തിനും എന്ന ധാരണയിലായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും ഈ ശ്രീകുമാർ മാറിപ്പോകാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന മാവേലിക്കര പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു അവിശ്വാസം കൊണ്ടുവന്നത്. ഒപ്പം തന്നെ CPM അംഗങ്ങൾ കൂടി, അതായത് 10 അംഗങ്ങളാണ് CPM ഉള്ളത്. ഒരാൾ ജനാധിപത്യ കോൺഗ്രസിലുള്ള അംഗമാണ്, അതായത് ഘടകകക്ഷിയിലുള്ള അംഗമാണ്. ഒപ്പം തന്നെ ഈ 9 CPM നേരിട്ടുള്ള അംഗങ്ങളുണ്ട്. അങ്ങനെ 10 പേർ കൂടി പിന്തുണ വെച്ചതോടെ 28 പേരിൽ 18 പേരുടെ പിന്തുണയോടാണ് കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായത്. ഒപ്പം തന്നെ BJP ഇവിടെ വിട്ടുനിന്നു എന്നത് ശ്രദ്ധേയമാണ്. BJPയുടെ 8 അംഗങ്ങളുണ്ടായിരുന്നു, 8 അംഗങ്ങൾ വിട്ടുനിന്നു. ഇനി എപ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം ഇനി പഞ്ചായത്ത് സെക്രട്ടറി കൂടെ വ്യക്തമാക്കേണ്ടതാണെങ്കിലും ഈ 2 വർഷം എന്ന ധാരണ ഈ സ്വതന്ത്രരായി എത്തിയ കോൺഗ്രസ് അംഗം പാലിക്കാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് തന്നെ അവരുടെ ചെയർമാനെതിരെ ഇങ്ങനെ ഒരു അവിശ്വാസം കൊണ്ടുവന്നത്. പ്രജിൻ, നിലവിലിപ്പോ ഇനിയിപ്പോ ഭരണമാർക്ക് എന്ന് പറയാൻ കഴിയില്ല അല്ലെ? നിലവിൽ 9-9 എന്ന രീതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇനി മാവേലിക്കര പഞ്ചായത്തിൽ ആർക്കാണ് ഭരണം എന്ന കാര്യം തീരുമാനിക്കുക ഒരുപക്ഷെ BJP ആയിരിക്കും. കാരണം നിലവിൽ CPM കോൺഗ്രസും അല്ലാതെ 2 സീറ്റുള്ളത്, BJP അല്ലാതെ 2 സീറ്റുള്ളത്, ഒന്ന് ഘടകകക്ഷിയ ജനാധിപത്യ കോൺഗ്രസിനും ഒപ്പം തന്നെ ഇപ്പോൾ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച ഇപ്പോൾ ഈ അവിശ്വാസം നേരിട്ട ശ്രീകുമാറുമാണ്. അങ്ങനെ ഇവരൊക്കെ ആർക്ക് വോട്ട് ചെയ്യുമെന്നതായിരിക്കും ഏറ്റവും നിർണായകം. എന്നുണ്ടെങ്കിൽ ഈ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോഴായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക ആരായിരിക്കും ജയിക്കുക എന്നുള്ള കാര്യം. നല്ല അസാധാരണമായ ഒരു സാഹചര്യമാണ് മാവേലിക്കര നഗരസഭയിലുള്ളത്. അവിടെ ഇപ്പോൾ ചെയർമാനെതിരെയാണ് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് തന്നെ ഒരു അവിശ്വാസം കൊണ്ടുവരും. അത് CPM പിന്തുണയോടെ പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്നു. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് നഷ്ടമായതിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു. വൈസ് ചാൻസലർ അടിയന്തര യോഗം വിളിച്ചു. ഏപ്രിൽ 7-ന് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം പുനഃപരിശോധിച്ചേക്കും. തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് ഉത്തരക്കടലാസ് ഏറ്റുവാങ്ങിയ അധ്യാപകൻ 24-നോട് പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. മൂല്യനിർണ്ണയത്തിനായി കൈമാറിയ 71 ഉത്തരക്കടലാസുകളാണ് അധ്യാപകനിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇതോടെ 3ാം സെമസ്റ്റർ പ്രോജക്ട് ഫിനാൻസ് പരീക്ഷ വീണ്ടും ഏപ്രിൽ 7-ന് നടത്തുമെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചു. ഇമെയിൽ വഴിയാണ് അറിയിപ്പ് ലഭിച്ചത്. മൂല്യനിർണ്ണയത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ പാലക്കാടിനും ആലത്തൂരിനും ഇടയിൽ വെച്ച് ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടു എന്നാണ് അധ്യാപകന്റെ വിശദീകരണം. തന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെന്നും അധ്യാപകൻ 24-നോട് പറഞ്ഞു. ആലത്തൂരൊക്കെ ആയപ്പോഴാണ് ഞാൻ കുഴൽമന്നോ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. അന്നത്തെ ദിവസം എല്ലാം അവിടെ പോയി എല്ലാം നോക്കി, പക്ഷെ കിട്ടിയില്ല. പക്ഷെ അതൊക്കെ ഒരു കുട്ടികളുടെ ഭാവിയാണ്, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കളഞ്ഞുപോയി, അത്രയാണ്. എന്നാൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിറം കെടുത്തി കാണിക്കാൻ ബോധപൂർവം നടത്തിയ ഒരു ശ്രമമാണോ ഇത് എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഇതിന് പിന്നിലുണ്ട്. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 3 തവണ സർവകലാശാല നോട്ടീസ് നൽകിയിട്ടും പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കാനുണ്ടായത്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ DGPക്ക് പരാതി നൽകി. 2 വർഷത്തെ MBA കോഴ്സ് പഠനം അവസാനിച്ച് ഭൂരിഭാഗം വിദ്യാർത്ഥികളും വിദേശത്തടക്കം ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനത്തോടെ വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി. അതും ഇത്രയും ഷോർട്ട് നോട്ടീസിൽ 1.5 വർഷം 6 മാസം കൊണ്ട് പഠിച്ചത് ഷോർട്ട് നോട്ടീസ് 6 ദിവസം കൊണ്ട് എഴുതണമെന്നും പറഞ്ഞാൽ അതുമാത്രമല്ല നമ്മൾ 2-3 സ്റ്റുഡൻസ് പുറം വിദേശത്ത് നിൽക്കുകയാണ്. അവർക്ക് വരാൻ ഒരു നിർവാഹവും ഇല്ല. S1 പേപ്പർ ഇനി കാണാനാവുമല്ലോ. അത് യൂണിവേഴ്സിറ്റി റെസ്പോൺസിബിലിറ്റി ഒഴിയാണ് ഈ എക്സാം വീണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി S1 പേപ്പർ ഇനി കാണാതില്ല, നാളെ മെയിൽ വന്നാൽ മറ്റന്നാൾ വീണ്ടും പോയി എക്സാം എഴുതാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. നമ്മൾ ജൂനിയേഴ്സിറ്റി ഉണ്ടല്ലോ എക്സാം എഴുതാൻ. വൈസ് ചാൻസലർ വിളിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം ചൊവ്വാഴ്ച ചേരും. പരീക്ഷാ തീയതി നീട്ടി നൽകാനാണ് ആലോചന. മൂല്യനിർണ്ണയം വേഗത്തിൽ നടത്തി റിസൾട്ട് പ്രസിദ്ധീകരിക്കാനും ആലോചിക്കുന്നുണ്ട്. വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. മുനമ്പത്തെ ജനങ്ങൾക്കായി വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ. കേരളത്തിൽ നിന്നുള്ള MPമാരോടാണ് വഖഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന KCBCയുടെ ആഹ്വാനം. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെങ്കിൽ വഖഫ് ബിൽ പാസ്സാകണം.
മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വഖഫ് നിയമം ഭേദഗതി ചെയ്യപ്പെടണമെന്നും KCBC ഇറക്കിയ സർക്യുലറിൽ പറയുന്നു. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണ രൂപം പ്രേക്ഷകർക്ക് കാണാം. ഏതു സമയത്തും 24-ന്റെ SKN40 എന്ന് കവറുള്ള പ്രത്യേക യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഈ യാത്രയുടെ തത്സമയ വിവരങ്ങളടക്കം ലഭ്യമാണ്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിലെ ബലക്ഷയമുള്ള 144 കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിച്ചു മാറ്റും. കോർപ്പറേഷൻ കൗൺസിലിന്റേതാണ് ഈ തീരുമാനം. കോർപ്പറേഷൻ സെക്രട്ടറിയെയും എഞ്ചിനീയറെയും ഇതിനായി ചുമതലപ്പെടുത്തി കഴിഞ്ഞു. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരും. സൂരജ്, ഏതൊക്കെ ഇടങ്ങളിലുള്ളതാണ് ഈ കെട്ടിടങ്ങൾ? 144 കെട്ടിടങ്ങളും ഈ ടൗൺ പരിധിയിൽ തന്നെ ഉള്ളതാണോ? വിവരങ്ങൾ എന്താണ്? പ്രതിൽ തൃശൂർ നഗരത്തിൽ തന്നെയുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഈ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോർപ്പറേഷനും അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ ബലക്ഷയമുള്ള 144 കെട്ടിടങ്ങൾ കണ്ടെത്തിയത്. ഈ കെട്ടിടങ്ങൾ നിയമാനുസൃതമായി പൊളിച്ചു മാറ്റുകയോ ഈ പുതുക്കി പണിയുകയോ ചെയ്യാത്തതാണ് ഈ അപകട ഭീഷണിയായി തുടരുന്നതിനുള്ള സാഹചര്യമായി അപകട ഭീഷണിയായി തുടരുന്നത്. ഇത് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ അപകടം ഒഴിവാക്കുന്നതിനായി 144 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ 5 കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ ഈ കാലവർഷത്തിൽ തകർന്നു വീഴുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ 139 കെട്ടിടങ്ങളാണ് പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടത്. 5 കെട്ടിടങ്ങൾ ഭാഗികമായി പൊളിച്ചു നീക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനെ കോർപ്പറേഷൻ സെക്രട്ടറിയെയും എഞ്ചിനീയറെയും ചുമതലപ്പെടുത്താനാണ് ഇന്ന് ചേർന്ന കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക എന്നുള്ളത് ഈ കെട്ടിട ഉടമകളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ എന്നാൽ ഈ പ്രതിഷേധങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ അടുത്ത കാലവർഷത്തിന് മുമ്പ് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ ഈ കോർപ്പറേഷൻ ഉള്ളത്. പ്രജിത്ത്. ശരി, സൂര്യ സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അംഗനവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം അവസാനിച്ചു. ധനമന്ത്രി KN ബാലഗോപാലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 13 ദിവസമായി തുടരുന്ന സമരം അവസാനിപ്പിച്ചത്. 3 മാസത്തിനുള്ളിൽ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ആരംഭിക്കുമെന്ന് അംഗനവാടി ജീവനക്കാർ പ്രഖ്യാപിച്ചു. 10 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടനയായ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ സമരം. സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക, മിനിമം വേതനം 21,000 രൂപയാക്കുക, വേതനം ഒറ്റത്തവണ നൽകുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. 13 ദിവസങ്ങൾക്ക് ശേഷം ധനമന്ത്രി KN ബാലഗോപാലുമായി നടത്തിയ ചർച്ചയിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. ക്ഷേമോദി ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുന്ന ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫോണ് നമുക്ക് തരുമെന്നുള്ള ഉറപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 10 ദിവസത്തിനുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും 3 മാസത്തിനുള്ളിൽ അംഗൻവാടിക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി തന്ന ഉറപ്പിന്റെ മേൽ ഇന്ന് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. 90 ദിവസത്തിനുള്ളിൽ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം തുടരാനാണ് ജീവനക്കാരുടെ തീരുമാനം. 91 ദിവസത്തിനകം ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയായി സമരം നടത്തുന്നതാണ്. മാർച്ച് 17 ആരംഭിച്ച രാപ്പകൽ സമരമാണ് 13-ാം ദിവസം ചർച്ചയ്ക്കൊടുവിൽ അവസാനിപ്പിക്കുന്നത്. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ തള്ളിപ്പറയേണ്ട കാര്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആശാ വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് നിലപാട്. SUCI, ജമാഅത്ത് ഇസ്ലാമി, SDPI ഉൾപ്പെടെ യോജിച്ച് സംസ്ഥാനത്തിനെതിരെ സമരം നടത്തുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആരാണ് ഈ ആശാ വർക്കർമാർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കേണ്ടത്? കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് അസന്നിഗ്ധമായി പറഞ്ഞു, ഞങ്ങൾ തരില്ല. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആശാ വർക്കർമാരുടെ സമരത്തോട് നമുക്ക് ഐക്യദാർഢ്യമുണ്ട്, ഒരു സംശയമില്ല.
ഞങ്ങൾ ഈ സമരത്തിനെതിരല്ല. സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭാഷണം നടന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ കാര്യം ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ട്. കേന്ദ്രം എടുക്കുന്ന നിലപാട് അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 13,200 നിന്ന് 21,000 എത്തിയാൽ മാത്രമേ സമരം പിൻവലിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും കേരളത്തിന് ചെയ്യാനാവാത്ത കാര്യം വെച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്ന ആറു പിന്തിരിപ്പൻ ശക്തിയുടെ കയ്യിൽ കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നാൽ അതിനെ തുറന്നു കാണിക്കുക എന്ന് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നിർവാഹമുള്ളൂ. ഇതാ കാര്യം. വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചെന്നറിയിച്ച് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് ഫോൺ കോൾ. വധശിക്ഷയ്ക്കായി തീയതി തീരുമാനിച്ചുവെന്നും ജയിൽ അധികൃതരെ വിവരം അറിയിച്ചുവെന്നും അഭിഭാഷകയെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ പറഞ്ഞതായി നിമിഷപ്രിയ പറയുന്നു. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് നിമിഷപ്രിയ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം 24-നും ലഭിച്ചു. എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് യമനിലെ ജയിൽ അധികൃതരും ഇന്ത്യൻ എംബസിയും വ്യക്തമാക്കി. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയ നിലവിൽ യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ്. അഭിഭാഷകയുടേതെന്ന് പറഞ്ഞാണ് നിമിഷപ്രിയയ്ക്ക് ജയിലിൽ ഫോൺ കോൾ വരുന്നത്. വധശിക്ഷ നടപ്പാക്കാൻ തീയതി നിശ്ചയിച്ചുവെന്നും ഇക്കാര്യം ജയിൽ അധികൃതരെ അറിയിച്ചുവെന്നുമായിരുന്നു സന്ദേശം. ഈദ് അവധിക്ക് ശേഷം എന്താകുമെന്നറിയില്ല. എല്ലാവരും തന്നോട് വിഷമത്തോടെയാണ് പെരുമാറുന്നതെന്നും ശബ്ദ സന്ദേശത്തിൽ നിമിഷപ്രിയ പറയുന്നു. അവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്താൻ നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് എത്തിയിരുന്നുവെങ്കിലും കുടുംബത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. 24 ഡൽഹി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒറ്റപ്പാലം കവിത ഗോൾഡൻ ഡയമണ്ട്സ് 3 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾക്ക് നൽകുന്ന ആംബുലൻസുകൾ കൈമാറി. താക്കോൽദാന ചടങ്ങ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ കൊപ്പം, ലക്കിടി, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളുടെ പാലിയേറ്റീവ് യൂണിറ്റുകൾക്കാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആംബുലൻസുകൾ നൽകിയത്. സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട ഇടപെടലുകൾ നടത്തുന്ന പഞ്ചായത്തുകളെയാണ് ടീം കവിത ആംബുലൻസുകൾക്കായി തെരഞ്ഞെടുത്തത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് നൽകിയ ആംബുലൻസിന്റെ താക്കോൽ VK ശ്രീകണ്ഠൻ MPയും ലക്കിടി പഞ്ചായത്തിന്റേത് പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളിയും കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റേത് അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLAയും കൈമാറി. ജനപ്രതിനിധികൾ താക്കോലുകൾ ഏറ്റുവാങ്ങി. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി. തുടർന്ന് നടത്തിയ സമൂഹ നോമ്പുതുറയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. നമ്മൾ വില്ലേജസിലാണ് കൂടുതൽ അതിന് ഹെൽപ്ഫുൾ ആവുന്നത്. ആ ഏരിയയിലേക്ക് പാലിയേറ്റീവിൻ്റെ കെയർഫുള്ളാണ് ഇത് കൊടുക്കുന്നത്. അവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നാട്ടിൽ നിന്ന് വളർന്നു വന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ നാട്ടിൽ ചെയ്യാവുന്ന മാക്സിമം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഈ ഗ്രാമങ്ങളിലാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു ന്യൂസ് അപ്ഡേറ്റിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പിലേക്ക് സമ്മതപത്രം നൽകാൻ ഇനി 44 പേർ മാത്രം. ടൗൺഷിപ്പിലേക്കുള്ള 402 ഗുണഭോക്താക്കളിൽ 358 പേർ ഇതുവരെ സമ്മതപത്രം കൈമാറി. ഇതിൽ 264 പേർ വീടിനായും 94 പേർ സാമ്പത്തിക സഹായത്തിനുമാണ് സമ്മതപത്രം നൽകിയത്. സുജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്നും. വിശദാംശങ്ങൾ പറയൂ സുജിത്ത്. പ്രജിൻ, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പിലേക്ക് സമ്മതപത്രം നൽകാൻ ഇനി 44 പേർ മാത്രമാണ് ശേഷിക്കുന്നത്. ടൗൺഷിപ്പിലേക്കുള്ള 402 ഗുണഭോക്താക്കളിൽ 358 പേർ ഇതുവരെ സമ്മതപത്രം കൈമാറിയിട്ടുണ്ട്. ഇതിൽ 264 പേർ വീടിനായും 94 പേർ സാമ്പത്തിക സഹായത്തിനുമായാണ് സമ്മതപത്രം നൽകിയിട്ടുള്ളത്. രണ്ടാം ഘട്ട
2A 2B ഗുണഭോക്തൃ പട്ടികയിലെ 116 സമ്മതപത്രമാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 89 ആളുകൾ ടൗൺഷിപ്പിൽ വീടിനായും 27 പേർ സാമ്പത്തിക സഹായത്തിനായുമാണ് സമ്മതപത്രം നൽകിയിട്ടുള്ളത്. ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഏപ്രിൽ 3 വരെ സമ്മതപത്രം നൽകാനുള്ള അവസരമുണ്ട്. ടൗൺഷിപ്പിൽ വീട് വേണോ സാമ്പത്തിക സഹായം വേണോ എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. എന്തൊക്കെയായാലും ഈ തറക്കല്ലിടൽ പരിപാടി അടക്കം പൂർത്തിയായ സാഹചര്യത്തിൽ ഈ ഗുണഭോക്താക്കളെ സംബന്ധിച്ച്, അതായത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വേഗത്തിൽ തന്നെ സമ്മതപത്രം നൽകുന്ന നടപടിയിലേക്ക് ഗുണഭോക്താക്കൾ എത്തിയിട്ടുള്ളത്. സുജിത അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുന്നു. നമസ്കാരം.